ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, വെൽക്കം ടു എ ഡ്രീം ക്ലാസ് റൂം. ഇന്ന് നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ ബ്ലോക്ക് 3 ലാസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള 15ാമത്തെ യൂണിറ്റിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് നോക്കാം. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കേസ് സ്റ്റഡീസ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കേസ് സ്റ്റഡീസ്, അതായത് ദുരന്ത നിവാരണത്തിൻ്റെ കേസ് സ്റ്റഡിയാണ് പഠിക്കുന്നത്. എന്താ കേസ് സ്റ്റഡി പറഞ്ഞാൽ? എന്തൊക്കെ ദുരന്തങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്, ഇന്ത്യയിൽ ഏതൊക്കെ ദുരന്തങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നതിൻ്റെ ആ കേസ് സ്റ്റഡി പഠനത്തെയാണ് കേസ് പഠനം അഥവാ കേസ് സ്റ്റഡിയാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അതിൽ ടീച്ചർ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ദുരന്തങ്ങളുടെ പേരുകൾ എഴുതിയിട്ടിട്ടുണ്ട്. ഇത് ഓരോന്നും എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, അത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു തരാം. അപ്പം നമുക്ക് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള പ്രധാന ദുരന്തങ്ങൾ ഏതൊക്കെ നോക്കിക്കോളൂ. ഒഡീഷ സൂപ്പർ സൈക്ലോൺ 1999, 1999 ഒഡീഷ സൂപ്പർ സൈക്ലോൺ. അതേപോലെ തന്നെ പിന്നെ ഉണ്ടായിട്ടുള്ള സൈക്ലോണാണ് ബഹൂജ് എർത്ത് കേക്ക് 2001. ദ ഇന്ത്യൻ ഓഷ്യൻ സുനാമി 2004. ഉത്തരാഖണ്ഡ് ഫ്ലഡ് 2013, 2013. സൈക്ലോൺ ഫൈലിൻ 2013. അപ്പോൾ ഈ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ദുരന്തങ്ങളുടെ ഒരു കേസ് ഡയറി അഥവാ കേസ് സ്റ്റഡിയാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ കാണിക്കുന്നത്. പിന്നെ നമുക്ക് പറയാം, നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് വെക്കാട്ടോ, കേരള ഫ്ലഡ് 2018, 2018 ഉണ്ടായ കേരളത്തിലെ വെള്ളപ്പൊക്കം, കേരള ഫ്ലഡ് എന്ന് വെക്കാം. പക്ഷെ അത് ഇതിൽ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്കത് അഡീഷണൽ ആയിട്ട് വന്നിട്ടില്ല. ഇത് കുറച്ച് മാറ്റം, അതായത് പഴയ സിലബസ് ആണല്ലോ ഫോളോ ചെയ്യുന്നത്, അതുകൊണ്ടാണ് അത് വരാത്തത്. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് അതും കൂടി വെക്കാം. അപ്പൊ നമുക്ക് ഒഡീഷ സൂപ്പർ സൈക്ലോൺ 1999, 1999 ഉണ്ടായിട്ടുള്ള ഒഡീഷ സൂപ്പർ സൈക്ലോണിനെ കുറിച്ച് എന്തൊക്കെയാണ് ആ ഒരു സൂപ്പർ സൈക്ലോൺ ഉണ്ടായപ്പോൾ, സൈക്ലോൺ എന്ന് പറഞ്ഞാൽ ചുഴലിക്കാറ്റ്, അതിശക്തമായിട്ടുള്ള ഒഡീഷ സൂപ്പർ സൈക്ലോണിൽ എന്തൊക്കെയാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഏതൊക്കെ തരത്തിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നും എത്ര ആളുകളാണ് മരണപ്പെടാനിടയായത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ പറയാനുണ്ട്. അപ്പോൾ കുട്ടികളെ, കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ രാജ്യത്തിൽ നടന്ന ദുരന്തത്തിൻ്റെ എന്തൊക്കെ ദുരന്തങ്ങളാണ് രാജ്യത്തിൽ ഉണ്ടായത് എന്നതിനെ കുറിച്ചുള്ള ഒരു പഠനത്തെയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അതിൽ ഒഡീഷ സൂപ്പർ സൈക്ലോൺ 1999. ഒഡീഷ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡിസാസ്റ്റർ പ്രോൺ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ആൻഡ് ഡിസാസ്റ്റേഴ്സ് സച്ച് ആസ് സൈക്ലോൺ ആൻഡ് ഫ്ലഡ് ആർ കോൺസ്റ്റന്റ് ഫിനോമിന ഇൻ ദി സ്റ്റേറ്റ്. അതായത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദുരന്ത സാധ്യതയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഒഡീഷ. ഒഡീഷ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡിസാസ്റ്റർ പ്രോൺ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ വെച്ച് ഏറ്റവും കൂടുതൽ ദുരന്ത സാധ്യതയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ടാണ് ഒഡീഷയെ കണക്കാക്കുന്നത്. സച്ച് ആസ് സൈക്ലോൺ ആൻഡ് ഫ്ലഡ് ആർ കോൺസ്റ്റന്റ് ഫിനോമിന ഇൻ ദി സ്റ്റേറ്റ്. വെള്ളപ്പൊക്കം തുടങ്ങിയ ദുരന്തങ്ങൾ ഈ സംസ്ഥാനത്ത് കോൺസ്റ്റന്റ് ഫിനോമിന പറഞ്ഞാൽ ഒരു സ്ഥിരമായ പ്രതിഭാസമാണ്. വെള്ളപ്പൊക്കവും അതേപോലെ തന്നെ സൈക്ലോണും ചുഴലിക്കാറ്റും ഒഡീഷയിൽ സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒരു പ്രതിഭാസമായിട്ടാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. 30 ഡിസ്ട്രിക്ട് ആൻഡ് 340 ബ്ലോക്ക്, 6799 ഗ്രാമപഞ്ചായത്ത് ആൻഡ് 50,972 റവന്യൂ വില്ലേജ്. അപ്പോൾ ഈ ഒഡീഷ പൊതുവെ വെള്ളപ്പൊക്കവും ചുഴലിക്കാറ്റും സ്ഥിരമായിട്ടുണ്ടാവുന്ന ഒരു സ്ഥലമാണ്. ഏത്? ഒഡീഷ എന്ന് പറയുന്ന സംസ്ഥാനം. ഒഡീഷയിലെ 30 ജില്ലകൾ, 314 ബ്ലോക്കുകൾ, 6799 ഗ്രാമപഞ്ചായത്തുകൾ, 50,972 റവന്യൂ ഗ്രാമങ്ങൾ എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. അപ്പോൾ ഒഡീഷയെ തിരിച്ചിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ്? 30 ഡിസ്ട്രിക്റ്റുകൾ, 30 ജില്ലകള്, 314 ബ്ലോക്കുകള്, 6799 6799 ഗ്രാമപഞ്ചായത്ത് ആൻഡ് 50,972
972 റവന്യൂ വില്ലേജ്, 9700 അതായത് 799 ഗ്രാമപഞ്ചായത്തുകൾ, 6799 ഗ്രാമപഞ്ചായത്തുകൾ, 50972 റവന്യൂ വില്ലേജുകൾ. ഇങ്ങനെയാണ് ഒറീസയെ തരംതിരിച്ചിട്ടുള്ളത്. 30 ഡിസ്ട്രിക്റ്റ്, 314 ബ്ലോക്കുകളെ, 6799 6799 ഗ്രാമപഞ്ചായത്ത്, 50,972 റവന്യൂ വില്ലേജ് എന്നിങ്ങനെയാണ് ഒഡീഷയെ തരംതിരിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ആകെ വിസ്തീർണം, ഒഡീഷയുടെ ആകെ വിസ്തീർണം എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് 1,55,707 അല്ലെങ്കിൽ 707, 1,55,707 സ്ക്വയർ കിലോമീറ്റർ ആണ് ഇതിൻ്റെ ടോട്ടൽ ഏരിയ. 1,55,707 ചതുരശ്ര കിലോമീറ്റർ ആണ് ഈ ഒരു പ്രദേശത്തിൻ്റെ ആകെ, ഒഡീഷ എന്ന ഈ സംസ്ഥാനത്തിൻ്റെ ആകെ വിസ്തീർണമായിട്ട് പറയുന്നത്. About 87% of the people live in rural area and they depend on agriculture for their livelihood. 87% ആളുകളും ഗ്രാമപ്രദേശങ്ങളിലാണ് താമസിക്കുന്നത്. അവർ ഉപജീവനത്തിനായി കൃഷിയെ ആശ്രയിക്കുന്നു. അതുകൊണ്ട് തന്നെ 87% ആളുകളും ഒഡീഷയിലെ ഗ്രാമപ്രദേശത്ത് താമസിക്കുകയും അവർ അഗ്രികൾച്ചറിനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. On 29th October 1999, cyclone struck the coastal district of Odisha. 1999 ഒക്ടോബർ 29 ഒഡീഷയിലെ തീരദേശ ജില്ലകളിൽ ഒരു ശക്തമായ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചു. 1999 ഒക്ടോബർ 29 ഒഡീഷയിലെ തീരദേശ ജില്ലകളിൽ ശക്തമായ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചു. ദ ലൈഫ് സ്പാൻ ഓഫ് ദ സൈക്ലോൺ വാസ് അറൗണ്ട് 6 days. ചുഴലിക്കാറ്റിന്റെ ആയുസ് എന്ന് പറയുന്നത് ഏകദേശം 6 ദിവസമാണ് നിന്ന് കാറ്റടിച്ചത്. ഒഡീഷയില് കാറ്റടിച്ചത് എന്നാണ് 1999 ഒക്ടോബർ 29 ഏകദേശം 6 ദിവസമായിട്ടാണ് ആ കാറ്റ് അടിച്ചത്. അങ്ങനെ 300 കിലോമീറ്റർ വേഗത്തിലാണ് കാറ്റ് വീശിയത്. വിൻഡ് സ്പീഡ് ഓഫ് 300 km/h. 300 കിലോമീറ്റർ 300 കിലോമീറ്റർ ആയിരുന്നു ആ കാറ്റിന്റെ വേഗത. വിത്ത് ദ ടൈഡൽ വേവ്സ് റീച്ചിങ് height of 710 meters which come into island 050 km and there was incessant rain for 48 hours. അപ്പൊ എന്താ ഇവിടെ പറയുന്നത്? ആ കാറ്റിന്റെ വേഗത 6 ദിവസമാണ് നിന്ന് കാറ്റ് വീശിയത്. മണിക്കൂറിൽ 300 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുകയും വേലിയേറ്റ തിരമാലകളെ 7-10 മീറ്റർ ഉയരത്തിൽ ഉൾനാടുകളിലേക്കും 0-15 കിലോമീറ്റർ വേഗത്തിൽ എത്തി. അങ്ങനെ 48 മണിക്കൂർ തുടർച്ചയായി മഴ പെയ്യുകയും ചെയ്തു. അപ്പോൾ ഒഡീഷയിലുണ്ടായ കാറ്റ് എന്ന് പറയുന്നത് 6 ദിവസം നീണ്ടു നിന്നു. 300 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശിയത്. അതേ വേവ്സ്, വേലിയേറ്റ തിരമാലകൾ എന്ന് പറയുന്നത് എത്രയാണ്? 710, അതായത് 7-10 മീറ്റർ ഉയരത്തിലാണ് അത് വീശിയിരുന്നത്. 0-15 കിലോമീറ്റർ ഉൾനാടുകളിലേക്കും കൂടി ആ കാറ്റിന്റെ ശക്തി എത്തിയിരുന്നു. 48 മണിക്കൂർ തുടർച്ചയായി മഴ പെയ്തു. അങ്ങനെ 97 ബ്ലോക്ക് 12 ഡിസ്ട്രിക്ട് കേസിംഗ് devastation in about 1,200 kilometers. The super cyclone severely affected life and property. 47 ബ്ലോക്കുകളെയും 12 ജില്ലകളെയും ഏകദേശം 1200 കിലോമീറ്ററിൽ നാശം വിതച്ചു. ഇത് ഏകദേശം 97 ബ്ലോക്കുകളെയും
12 ജില്ലകളെയും ബാധിക്കുകയും 1200 കിലോമീറ്റർ നാശം വിതയ്ക്കുകയും ചെയ്തു. 97 ബ്ലോക്കുകളെയും 12 ജില്ലകളെയും ഇത് ബാധിച്ചു. മാത്രമല്ല 1200 കിലോമീറ്റർ നാശം വിതയ്ക്കുകയും ചെയ്തു. അങ്ങനെ അപ്പോൾ എത്ര ബ്ലോക്കിനെയാണ് അത് ബാധിച്ചത്? 97 ബ്ലോക്കുകളെയും 12 ജില്ലകളെയും 1200 കിലോമീറ്ററിലാണ് ഈ ഒരു സൈക്ലോണിന്റെ നാശം ഉണ്ടായത് എന്നാണ് പറയുന്നത്. ദ സൂപ്പർ സൈക്ലോൺ ഫെവർലി എഫക്റ്റഡ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. അതേപോലെ തന്നെ സൂപ്പർ സൈക്ലോൺ ജീവിതത്തെയും സ്വത്തിനെയും സാരമായി ബാധിച്ചു. ദ സൂപ്പർ സൈക്ലോൺ ഫെവർലി എഫക്റ്റഡ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. ഈ സൂപ്പർ സൈക്ലോൺ ജീവിതത്തെയും അത് ലൈഫിനെയും പ്രോപ്പർട്ടിയെയും വളരെയധികം ബാധിക്കുകയും about 14,000 village wards, 15,50,86 household severely affected. അങ്ങനെ 1200 കിലോമീറ്ററിൽ നാശം വിതച്ചു. സൂപ്പർ സൈക്ലോൺ ജീവിതത്തെയും സ്വത്തിനെയും ബാധിക്കുകയും 1400 ഗ്രാമങ്ങളെയും 16,50,86 വീടുകൾ നശിക്കുന്നതിനും ഇത് കാരണമായി. എത്രയാണ്? 97 ബ്ലോക്കുകളും 12 ജില്ലകളെയും ഈ കാറ്റ് മൂലം, ഈ സൈക്ലോൺ മൂലം നാശം ഉണ്ടായി എന്നാണ് പറയുന്നത്. ഈ സൈക്ലോണിന്റെ, ഈ കാറ്റിന്റെ ശക്തി മൂലം 97 ബ്ലോക്കുകളും 12 ഡിസ്ട്രിക്റ്റുകളെയാണ് അത് ബാധിച്ചത്. മാത്രല്ല 1200 കിലോമീറ്റർ ദൂരമാണ് ഇത് നാശം വിതച്ചത്. സൂപ്പർ സൈക്ലോൺ ലൈഫിനെയും പ്രോപ്പർട്ടിനെയും ബാധിച്ചു. മാത്രല്ല 40,000 റൂറൽ ആൻഡ് വാർഡുകളും ഏകദേശം 14,000 ഗ്രാമങ്ങളും വാർഡുകളും തകർന്നു എന്നാണ് പറയണത്. മാത്രല്ല 16,50,86 വീടുകളാണ് ഒഡീഷ സൂപ്പർ സൈക്ലോണിൽ നശിച്ചത് എന്നും പറയപ്പെടുന്നു. ആൻഡ് ദെൻ അടുത്തതായിട്ട് more than 15 million people got affected and took a toll of 9,885 human lives and more than 0.4 million livestock and let another 7,507 person injured. അതേപോലെ തന്നെ അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ? more than 15 million people got affected. ഏകദേശം 15 മില്യൺ പീപ്പിൾസിനെയാണ് ഇത് എഫക്റ്റ് ചെയ്തത് എന്നാണ് പറയുന്നത്. 15 ദശലക്ഷത്തിലധികം മില്യൺസ് പീപ്പിൾസിനെ ഇത് എഫക്റ്റ് ചെയ്തു. അങ്ങനെ പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? അതായത് ജനസംഖ്യയുടെ ഏകദേശം 1/3 ബാധിച്ചു. 15 മില്യൺ പീപ്പിൾസിനെ ഈ ഒഡീഷ സൈക്ലോൺ മൂലം വളരെയധികം എഫക്റ്റ് ചെയ്തു. അത് 3, അതായത് ഇവിടെ അതിൻ്റെ ഇത് പറയുകയാണെങ്കിൽ ഏകദേശം 1/3 ആളുകളെ, 3 ആളുണ്ടെങ്കിൽ അതിൽ ഒരാളേനെ എന്ത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും? സൈക്ലോൺ എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ 6 ആളുണ്ടെങ്കിൽ അതിൽ 2 ആളുകളെ എഫക്റ്റ് ചെയ്യും. അങ്ങനെ ഓരോ എത്ര ആളുകളുണ്ടോ അത്രയും ആളുകളേനെ ഈ ഒരു ഒഡീഷ സൈക്ലോണ് ബാധിച്ചിരുന്നു എന്നാണ് പറയുന്നത്. മാത്രല്ല പിന്നെന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? 9,885 മനുഷ്യരുടെയും 0.4 ദശലക്ഷത്തിലധികം കന്നുകാലികളുടെയും മരണത്തിനും ഇത് കാരണമായി. 9,885 9,885 ആളുകളും 0.4 ദശലക്ഷത്തിലധികം കന്നുകാലികളുടെയും മരണത്തിന് ഇത് കാരണമായിരുന്നു എന്നാണ് പറയുന്നത്. 7,507 പേർക്ക് പരിക്കേൽക്കുകയും സംസ്ഥാന സർക്കാരിൻ്റെ കണക്കനുസരിച്ച് ഏകദേശം ഏത് കാരണം? വേലിയേറ്റം കാരണം. അതായത് വേലിയേറ്റം കാരണം ഏകദേശം 7,000 പേർ മരിക്കുകയും, അത് സംസ്ഥാന സർക്കാരിൻ്റെ കണക്കനുസരിച്ചിട്ട് വേലിയേറ്റം മൂലം ഏകദേശം 7,000 പേര് മരിക്കുകയും ചുഴലിക്കാറ്റ് വെള്ളപ്പൊക്കത്തിൽ ഏകദേശം 2,000 പേർ മരിക്കുകയും ബാക്കിയുള്ള വസ്തുക്കൾ തകരുകയും ഒക്കെ ചെയ്തു എന്നാണ് ഇവിടെ കണക്കുകൾ പറയുന്നത്. അങ്ങനെ
8119 ആളുകളും ജഗത്പൂർ ജില്ലയിൽ നിന്നുള്ളവരായിരുന്നു എന്നാണ് പിന്നീട് പറയുന്നത്. മാത്രല്ല ആകെ 3.7 മില്യൺ കുട്ടികള്, ദശലക്ഷം കുട്ടികളെയാണ് ഇത് ബാധിച്ചത്. 3.7 മില്യൺ തോളം വരുന്ന കുട്ടികളേനെ ഈ ഒരു സൈക്ലോണ് എഫക്ട് ചെയ്തിരുന്നു. 1500 പേർ അനാഥരാവുകയും ചെയ്തു. അപ്പൊ കുട്ടികളെ, ഒഡീഷ സൈക്ലോണില് വരുന്ന കണക്കുകളാണ് ടീച്ചർ പറഞ്ഞത്. ഇപ്പൊ നമ്മളിവിടെ കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഓരോ സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുള്ള ഭൂകമ്പം, സുനാമി, അതേപോലെ തന്നെ സൈക്ലോണ്, എർത്ത് കേക്ക്, അതൊക്കെ എങ്ങനെയൊക്കെയാണ്, അതിന്റെ വ്യാപ്തി എങ്ങനെയാണ്, എത്ര ആളുകളാണ് മരണപ്പെട്ടത്, എത്ര ബ്ലോക്കുകൾക്കും എത്ര ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്കുകളും നശിക്കപ്പെട്ടു, ആളുകൾ എത്ര മരണപ്പെട്ടു, കുട്ടികൾ എത്ര മരണപ്പെട്ടു, കന്നുകാലികൾ എത്ര മരണപ്പെട്ടു, അങ്ങനെയൊക്കെയുള്ള കണക്കുകളാണ് ഈ ഒരു ഒഡീഷ സൂപ്പർ സൈക്ലോണിൽ പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഒഡീഷ സൂപ്പർ സൈക്ലോണിന്റെ ഭാഗമായിട്ട് ഒരു അതോറിറ്റിക്ക് രൂപം കൊടുത്തു, ഒരു മാനേജ്മെന്റ് അതോറിറ്റി. ഒഡീഷ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എന്നാണ് അതിന്റെ പേര്. ഒഡീഷ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, അതായത് ഒഡീഷ എന്ന സംസ്ഥാനത്തിലെ ദുരന്തത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് രൂപം കൊടുത്ത ഒരു ഏജൻസിയാണ് ഒഡീഷ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. ഒഡീഷ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. അപ്പോൾ ഒഡീഷ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, അതിന്റെ ഷോർട്ട് ഫോം OFDMA. ഒഡീഷ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അഥവാ OFDMA അതെന്തിനു വേണ്ടി രൂപം കൊണ്ടതാ? ഈ ദുരന്തത്തിന്റെ വ്യാപ്തി പരമാവധി കുറയ്ക്കുന്നതിന് രൂപം കൊണ്ടൊരു അതോറിറ്റിയാണ് ഒഡീഷ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. ഈ അതോറിറ്റി എന്തൊക്കെ കാര്യങ്ങളാണ് നേതൃത്വം കൊടുത്തത് നോക്കാം. The government of Odisha constitute the Odisha State Disaster Mitigation Authority under സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് 1815. 1860 സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരമാണ് ഈ ഒരു ഒഡീഷ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി രൂപം കൊണ്ടത്. ഒഡീഷ സ്റ്റേറ്റ് മാനേജ്മെന്റ് അതോറിറ്റി രൂപം കൊണ്ടത് ഏത് പ്രകാരമാണെന്നാ പറയുന്നത്? സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട്. സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് 1860 സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരമാണ് ഒഡീഷ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി രൂപം കൊണ്ടത്. OFDMA was government owned autonomous body established in 1999. 1999 ഒരു ഓട്ടോണമസ് ബോഡി ആയിട്ടാണ് ഇതൊരു രൂപം കൊണ്ടത് എന്നാണ് പറയുന്നത്. Have a systematic and planned approach to disaster management in the state with the objective of making the people of the state more disaster resilient. അതായത് ദുരന്തത്തിന്റെ വ്യാപ്തി കുറയ്ക്കുകയും ഒരു ആസൂത്രണ പ്രക്രിയകൾ മാനേജ് ചെയ്യുകയും എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ടു ഹാവ് എ സിസ്റ്റമാറ്റിക് ആൻഡ് പ്ലാൻഡ് അപ്രോച്ച്, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടും പ്ലാൻഡ് ആയിട്ടുള്ള അപ്രോച്ചിന് രൂപം കൊടുക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. OFDMA was the first state level disaster management authority that was established in India. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയാണ് ഏത്? ഒഡീഷ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ മാനേജ്മെന്റ് അതോറിറ്റി ആയിട്ടാണ് ഏതിനെ അറിയപ്പെടുന്നത്? ഒഡീഷ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. ചീഫ് സെക്രട്ടറി ഈസ് ദ ചെയർമാൻ ഓഫ് ദ OFDMA. ഇതിന്റെ ചീഫ് സെക്രട്ടറി ഈസ് ദ ചെയർമാൻ ഓഫ് ദ, അതായത് ചീഫ് സെക്രട്ടറി ആണ് ഇതിന്റെ ചെയർമാൻ. ചീഫ് സെക്രട്ടറി ആണ് ഏതിന്റെ ചെയർമാൻ ആയിട്ട് അറിയപ്പെടുന്നത്? ഈ OFDMA ചെയർമാൻ ആയിട്ട് അറിയപ്പെടുന്നത്. ലേറ്റർ
In 2000 name of the authority was changed from 2000 ഇതിന്റെ പേര് മാറ്റി, ഈ അതോറിറ്റിയുടെ പേര് മാറ്റി, അങ്ങനെ പിന്നീട് രൂപം കൊണ്ടതാണ് ഒറീസ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ അതോറിറ്റി, ഒറീസ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. ആദ്യം അറിയപ്പെട്ടിരുന്നത് ഒഡീഷ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എന്നായിരുന്നു. അത് മാറ്റിയിട്ട് പിന്നീട് 2000 പുതിയ പേരിന് രൂപം കൊടുത്തു. അതാണ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ അതോറിറ്റി ടു ഒറീസ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. സ്റ്റേറ്റ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ അതോറിറ്റി ടു ഒറീസ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എന്ന പേരിൽ പുതിയൊരു അതോറിറ്റിക്ക് രൂപം കൊടുക്കുകയാണ് ചെയ്തത്. ഇതാണ് ഈ ഒരു ഒഡീഷ സൂപ്പർ സൈക്ലോൺ 1919 പറയുന്നത്. കുട്ടികളെ ഇത് ഞാൻ എഴുതിയിടുന്നില്ല, ഒക്കെ ടെസ്റ്റിലുള്ള കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒഡീഷ സൈക്ലോൺ 1999 നിങ്ങൾക്ക് ആദ്യത്തെ പാരഗ്രാഫ് മാത്രം മതി കേട്ടോ. ആദ്യത്തെ പാരഗ്രാഫിലാണ് ആ മരണത്തെക്കുറിച്ചും ജനസംഖ്യയെക്കുറിച്ചും അവിടെ അത് എത്രത്തോളം എഫക്റ്റ് ചെയ്തതെ കുറിച്ചും അതിനൊക്കെ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. പിന്നെ അതിലെ ആ ഒഡീഷയിലെ ദുരന്തത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി രൂപം കൊണ്ട അതോറിറ്റിയാണ് ഏത്? ഒഡീഷ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. മാത്രല്ല ഇതിന്റെ ഏത് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരമാണ് രൂപം കൊണ്ടത്? സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് 1850 1860 സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് വഴിയാണ് ഈ ഒരു അതോറിറ്റിക്ക് രൂപം കൊടുത്തത്. എന്നാൽ 2000 ഇതിന്റെ പേര് മാറ്റി. 99 തന്നെ കേട്ടോ അത് രൂപം കൊണ്ടത് 99 തന്നെയാണ്. ഒരു ഓട്ടോണമസ് ബോഡി ആയിട്ടാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. മാത്രല്ല 2000 ഇതിന്റെ പേര് മാറ്റി. ഇതിന്റെ പേര് എന്തായി? ഒറീസ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ അതോറിറ്റി ടു ഒറീസ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എന്നായി ഇതിന്റെ പേര് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ലൈവ് ക്ലാസ്സിൽ ഡിസ്കഷൻ നടത്താം. ഓക്കെ, അപ്പൊ കുട്ടികളെ അടുത്ത കേസ് സ്റ്റഡിയാണ് നമ്മൾ പറയുന്നത്. ബഹൂജ് എർത്തുകേക്ക് 2001. ബഹൂജ് ഭൂകമ്പം 2001 എവിടെ ഉണ്ടായത്? ഗുജറാത്തിലാണ് ഉണ്ടായതാണ് ഈ ഒരു ഭൂകമ്പം കേട്ടോ. അപ്പോൾ ഗുജറാത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ഭൂകമ്പമാണ് ബഹൂജ് എർത്തുകേക്ക് എന്ന് പറയുന്നത്. ബഹൂജ് അഥവാ ബൂജ് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ബൂജ് എർത്തുകേക്ക് എന്ന് പറഞ്ഞാൽ അവിടെ എച്ച് സൈലന്റ് ആയിട്ട് പ്രൊണൗൺസ് ചെയ്യാവും നല്ലത്. അപ്പൊ ബൂജ് എർത്തുകേക്ക് 2001. ഗുജറാത്ത് ഈസ് ദ വൺ ഓഫ് ദ ഹൈലി ഇൻഡസ്ട്രിയലൈസ്ഡ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വ്യാവസായിക നഗരമായിട്ടാണ് നമ്മൾ ഗുജറാത്തിനെ പരിഗണിക്കുന്നത്. ആസ് പെർ 2011 സെൻസസ് ഗുജറാത്ത് ഹാസ് ബീൻ ഡിവൈഡഡ് ഇൻടു 33 ഡിസ്ട്രിക്ട്. 2011 സെൻസസ് പ്രകാരം ഗുജറാത്തിനെ 33 ഡിസ്ട്രിക്റ്റുകളായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ആക്ച്വൽ പോപ്പുലേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഈസ് 50 crore 3,83,628. അതായത് 6,83,628 ആളുകളാണ് ഗുജറാത്തിലുള്ളത്. ഇപ്പൊ അത് 7.5 കോടിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. 7 അല്ല 8-9. അതായത് 2011 കണക്കാ. ഇപ്പൊ എത്ര? 2025 ആയില്ലേ, 15 അല്ലേ. ഇപ്പൊ അത് 6 കോടിയൊന്നല്ല, അതിലും കൂടുതലുണ്ട് കേട്ടോ. ഇത് പഴയ കണക്കാണ്. 6,83,83,628 ആളുകൾ അധിവസിക്കുന്ന ഒരു വ്യാവസായിക നഗരമാണ് ഗുജറാത്ത്. ഡ്യൂ ടു ഇറ്റ് ജോഗ്രഫിക്കൽ പ്രൊഫൈൽ. അതേപോലെ തന്നെ പിന്നെന്താ പറയുന്നത്? ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കാരണം the state is more vulnerable to kind of major disaster fall under zone. ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ കാരണം ഇവിടെ എന്താ പറയുന്നത്? എപ്പോഴും ദുരന്തങ്ങളും അതേപോലെ തന്നെ ഈ ഓസോൺ പാളിക്ക് എന്ത് സംഭവിക്കുന്നുണ്ട് എന്നാ പറയുന്നത്? തകർച്ച സംഭവിക്കുകയും ചെയ്യുന്നു. സോൺ ബി.
അപ്പൊ ഇതിനെ ഒരു ദുരന്ത മേഖലയായിട്ടാണ് ഈ ഗുജറാത്തിനെ കണക്കാക്കുന്നത്. ഡ്യൂ ടു ജോഗ്രഫിക്കൽ പ്രൊഫൈൽ ഓഫ് സ്റ്റേറ്റ് ഈസ് മോർ വാലിനറബിൾ ടു ഓൾ കൈൻഡ് ഓഫ് മേജർ ഡിസാസ്റ്റർ ആൻഡ് ഫാൾ അണ്ടർ സോൺ വി. ഗുജറാത്ത് വിറ്റ്നസ്ഡ് എ പവർഫുൾ എർത്ത് വിത്ത് മാഗ്നിറ്റ്യൂഡ് 6.9 on reactor scale. Bhuj at 8.46 AM on 26th January 2001. 2001 ജനുവരി 26 രാവിലെ 8:46 ഭൂജിലുണ്ടായ റിക്ടർ സ്കെയിലിൽ 6.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന് സംസ്ഥാനം ഇരയായി. 2001 ജനുവരി 26 രാവിലെ 8:46 ഏത് മേഖല എവിടെയാണ്? ഭൂജിൽ ഉണ്ടായ റിക്ടർ സ്കെയിൽ 6.9 റിക്ടർ സ്കെയിലിന് 6.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന് സംസ്ഥാനം കൂടുതൽ ഇരയാകുന്നു. അപ്പോ എത്രയായിരുന്നു? 8:46 ഉണ്ടായത്. റിക്ടർ സ്കെയില് എന്ന് പറയുന്നത് എത്രയാണ്? മാഗ്നിറ്റ്യൂഡ് ഇതിന്റെ റിക്ടർ സ്കെയില് എന്ന് പറയുന്നത് 6.9 ആട്ടോ. അപ്പോ റിക്ടർ സ്കെയിൽ 6.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം എന്നുണ്ടായത് ജനുവരി 2001 26 തീയതി ജനുവരി 26 2001 8:46 6.9 റിക്ടർ സ്കെയിൽ തീവ്രത കാണിച്ചുകൊണ്ടുള്ള ഭൂമികുലുക്കം എവിടെ ഉണ്ടായത്? ഗുജറാത്തിലെ ഭൂജിൽ ഉണ്ടായത്. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. This earthquake was the most devastating in the past 50 years. 50 വർഷത്തിനിടയിലെ ഏറ്റവും വിനാശകരമായ ഭൂകമ്പമായിട്ടാണ് ഇതിനെ കാണുന്നത്. 50 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വിനാശകരമായിട്ടുള്ള ഒരു ദുരന്തമായിട്ടാണ് ഈ ഒരു ഭൂകമ്പത്തെ പരിഗണിക്കുന്നത്. Its impact was huge in terms of loss of lives and properties. മാത്രല്ല ഒരുപാട് ജീവഹാനിയും സ്വത്തുക്കളും നഷ്ടപ്പെടാൻ ഇത് കാരണമായി തീർന്നു. അതായത് ഹ്യൂജ് ഇൻ ടേംസ് ഓഫ് ലോസ് ഓഫ് ലീവ്സ്, ഒരുപാട് ലീവ്സുകളും അതേപോലെ തന്നെ പിന്നെന്താണ് പ്രോപ്പർട്ടീസും ഒക്കെ നഷ്ടപ്പെടാൻ ഈ ഒരു ഭൂകമ്പം കാരണമായി എന്നാണ് പറയുന്നത്. Out of 33 districts, 21 districts got affected by the earthquake and around 15.04 million people suffered terrible loss. അതേപോലെ തന്നെ 33 ജില്ലകളിലെ 21 ജില്ലകളിലേക്കും ഈ ഭൂകമ്പം ബാധിച്ചു. മൊത്തം ഗുജറാത്തിൽ 33 ഡിസ്ട്രിക്റ്റ് ആണുള്ളതെങ്കിൽ അതിൽ 21 ജില്ലകളിലും ഈ ഭൂകമ്പം ബാധിക്കുകയും ഏകദേശം 16.04 ദശലക്ഷം ആളുകൾക്ക് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. അങ്ങനെ സംസ്ഥാനത്തെ 18 പട്ടണങ്ങളിലും 182 താലൂക്കുകളിലും 17 അതേപോലെ തന്നെ 7904 ഗ്രാമങ്ങളിലും ഇത് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചു. അപ്പോൾ ഈ ഒരു ഭൂകമ്പം 33 ജില്ലകളാണ് ഉള്ളത് ഗുജറാത്തിലെ. അതിൽ 21 ജില്ലകളെ ബാധിച്ചു. അതേപോലെ തന്നെ 16.04 ദശലക്ഷം ആളുകൾക്ക് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചു. 18 പട്ടണങ്ങളിലും 182 താലൂക്കുകളിലും 182 താലൂക്കുകളിലും 7904 ഗ്രാമങ്ങളിലും ഇത് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾക്ക് കാരണമായി. മാത്രല്ല കെട്ടിടങ്ങളും തകരുന്നതിന് കാരണമായി ഒരുപാട് ആളുകൾ മരിച്ചു. ഏകദേശം 3,70,000 വീടുകൾ പൂർണ്ണമായും തകർന്നു. 1.2 ദശലക്ഷത്തിലധികം വീടുകൾക്ക് വ്യാപകമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഇതാണ് ഭൂജ് എർത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ കുട്ടികളെ, നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഓരോ സ്ഥലങ്ങളിലും ഉണ്ടായ ഡിസാസ്റ്ററിന്റെ കേസ് സ്റ്റഡിയാണ്.
അപ്പൊ ഈ ഭൂജ് എർത്ത് കേക്ക് 2001 ആ ആദ്യത്തെ പാരഗ്രാഫ് നന്നായിട്ട് മനസ്സിലാക്കുക കേട്ടോ. ഒഡീഷ സൂപ്പർ സൈക്ലോൺ ആണെങ്കിലും ആദ്യത്തെ പാരഗ്രാഫിലാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്. അത് നന്നായിട്ട് മനസ്സിലാക്കുക. ഇനി നമ്മൾക്ക് എടുക്കാനുള്ളത് ദ ഇന്ത്യൻ ഓഷ്യൻ സുനാമി 2004 2004 ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടായിട്ടുള്ള സുനാമി തിരകളെ കുറിച്ചാണ്. നമുക്ക് ആ സുനാമി തിരകൾ വന്നതിന്റെ ഭാഗമായി എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഇനി നമ്മൾക്ക് പറയാനുള്ളത്. ഓക്കെ, ഹായ് കുട്ടികളെ. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഏതൊക്കെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കേസ് സ്റ്റഡിയാ, എന്തൊക്കെ ദുരന്തങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള പഠനമാണ്. അതിൽ നമ്മൾ ഒഡീഷ സൂപ്പർ സൈക്ലോൺ 1999 പറഞ്ഞു, ഭൂജി എർത്തിക്കേക്ക് 2001 പറഞ്ഞു. ഇനി നമ്മൾക്ക് എടുക്കാനുള്ളത് ദ ഇന്ത്യൻ ഓഷ്യൻ സുനാമി 2004 2004 ഇന്ത്യൻ ഓഷ്യൻ, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടായിട്ടുള്ള സുനാമിയെ കുറിച്ചാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ദ ഇന്ത്യൻ ഓഷ്യൻ സുനാമി 2004 തമിഴ്നാട്. അപ്പോൾ ഇന്ത്യൻ ഓഷ്യനിലുണ്ടായിട്ടുള്ള സുനാമി തിരകളെ കുറിച്ചും അതും ആ സുനാമി തിരകൾ എത്രത്തോളം ആളുകളെ എഫക്റ്റ് ചെയ്തു എന്നും എത്ര ആളുകൾ അതിൽ മരണപ്പെട്ടു എന്നും ആ ഭീകരമായിട്ടുള്ള സുനാമി തിര കാരണം എന്തെല്ലാം നഷ്ടപ്പെട്ടു എന്നും അങ്ങനെ ഒരുപാട് അതിൻ്റെ ഫീഡ്ബാക്കുകളാണ് അതിൻ്റെ ഫീഡ്ബാക്സ് ആണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത്. അപ്പം എന്നാണ് ഈ ഒരു സുനാമി എന്ന് പറഞ്ഞ ഈ ഒരു രാക്ഷസ തിരമാല എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. കാരണം അത്രയും ഹൈറ്റിലാണ് ഈ ഒരു തിരമാല ഉയർന്നു വന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾ മരണപ്പെടാനും ഒരുപാട് ആളുകളുടെ ജീവനും സ്വത്തിനും ഒക്കെ ദോഷകരമായി ബാധിച്ചു എന്നാണ് പറയുന്നത്. അവിടെ ശ്രദ്ധിക്കൂ. ഓൺ 25th December 2004 ഇന്ത്യ എക്സ്പീരിയൻസ്ഡ് ദ ഡിവാസ്റ്റിംഗ് എഫക്റ്റ് ഓഫ് സുനാമി caused by a series of earthquakes in the Bay of Bengal, which originated from the coast of North Sumatra in Indonesia. എവിടെയാണ്? കോസ്റ്റ് ഓഫ് നോർത്തേൺ സമാട്ര ഇൻ ഇന്തോനേഷ്യ. അതായത് 2004 ഡിസംബർ 26 ഇന്തോനേഷ്യയിലെ വടക്കു സമാത്രയുടെ പടിഞ്ഞാറൻ തീരത്ത് നിന്ന് ഉത്ഭവിച്ച ബംഗാൾ ഉൾക്കടലിലുണ്ടായ ഭൂകമ്പ പരമ്പര പോലുള്ള സുനാമിയുടെ വിനാശകരമായ ഫലങ്ങൾ ഇന്ത്യ അനുഭവിച്ചു. അപ്പോൾ 2004 ഡിസംബർ 26 ഇന്തോനേഷ്യയിലെ വടക്കൻ സുമാത്രയുടെ പടിഞ്ഞാറൻ തീരത്ത് നിന്ന് ഉത്ഭവിച്ച ബംഗാൾ ഉൾക്കടലിലുണ്ടായ ഭൂകമ്പ പരമ്പര പോലുള്ള സുനാമിയുടെ വിനാശകരമായ ഫലങ്ങൾ ഇന്ത്യ അനുഭവിക്കുകയും അങ്ങനെ വലുതും ശക്തമായ സമുദ്രത്തിന്റെ എന്താ പറയുന്നത്, മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഇന്റൻസിറ്റി ഓഫ് ഹ്യൂജ് ആൻഡ് സ്ട്രോങ് മറൈൻ എർത്ത് കേക്ക്. അതായത് തീരദേശത്തുണ്ടായിട്ടുള്ള ആ ഭൂമി കുലുക്കം എങ്ങനെയാണെന്ന് പറയുന്നത്, വളരെയധികം വലുതും വളരെ ശക്തവുമായ സമുദ്രത്തിന്റെ സമുദ്രതീരത്തുണ്ടായിട്ടുള്ള ആ എർത്ത് കേക്ക് റിക്ടർ സ്കെയിലിന് എത്രയാണ് കാണിച്ചത്? 9.0 ആയിരുന്നു. ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഇന്റൻസിറ്റി ഓഫ് ഹ്യൂജ് ആൻഡ് സ്ട്രോങ് മറൈൻ എർത്ത് കേക്ക് വാസ് 9.0 ഓൺ ദ റിച്ചർ സ്കെയിൽ. റിച്ചർ സ്കെയിലിന് അതായത് റിച്ചർ സ്കെയിൽ പറഞ്ഞാൽ എന്താണ്? അതിന്റെ തോത് എന്ന് പറയുന്നത് എത്രയാണ്? 9.0 ആണ് റിച്ചർ സ്കെയിൽ. അതായത് ആ ഭൂകമ്പത്തിന്റെ വ്യാപ്തി അഥവാ തിരമാലയുടെ വ്യാപ്തി കാരണം ഈ ഒരു തീരദേശത്ത് ശക്തമായിട്ടുള്ള ഭൂകമ്പം ഉണ്ടായി. കാരണം കടലിൽ എന്ത് പ്രകമ്പനം ഉണ്ടായോ അത് കാണപ്പെടുക എവിടെയാണ്? തീരദേശത്താണ്. ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ, ന്യൂനമർദ്ദം കൊണ്ടാണ് മഴ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത് എന്നൊക്കെ നിങ്ങൾ കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ കടലിൽ എന്ത് ചേഞ്ച് ഉണ്ടായാലും എന്ത് മാറ്റം ഉണ്ടായാലും അതൊക്കെ എവിടെ പ്രതിഫലിക്കും? എവിടെ റിഫ്ലക്റ്റ് ചെയ്യും? കരയിൽ പ്രതിഫലിക്കും.
കടലിൽ ഉണ്ടാകുന്ന റിവറിൽ ഉണ്ടാകുന്ന ഓഷ്യനിൽ ഉണ്ടാകുന്ന ഏത് ചേഞ്ചസും കരയിൽ എന്ത് സംഭവിക്കാൻ കാരണമാകും? അതിന്റെ റിഫ്ലക്ഷൻ ഉണ്ടാകാൻ കാരണമാകും. അപ്പോ 2004 ഡിസംബർ 26 സുനാമി തിരകൾ ബംഗാൾ ഇന്ത്യൻ സമുദ്രത്തിലും അതേപോലെ തന്നെ ബംഗാൾ ബേ ഓഫ് ബംഗാൾ വിച്ച് ഒറിജിനേറ്റഡ് ഫ്രം ദ വെസ്റ്റ് കോസ്റ്റ് ഓഫ് നോർത്തേൺ സൊമാട്ര ഇൻ ഇന്തോനേഷ്യ. അതായത് ഇവിടെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടായ ഭൂകമ്പ പരമ്പര സുനാമിയുടെ വിനാശകരമായ ഫലങ്ങൾ സംഭവിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്തോനേഷ്യയിലെ വടക്കു സുമാത്രയുടെ പടിഞ്ഞാറൻ തീരത്ത് നിന്ന് ഉത്ഭവിച്ചിട്ട് അത് എവിടേക്കാ എത്തിയത്? ബംഗാൾ ഉൾക്കടലിലേക്കാണ് എത്തിയത്. അതായത് ഇന്തോനേഷ്യയുടെ വടക്ക് പടിഞ്ഞാറൻ തീരത്ത് നിന്ന് ഈ ഒരു തിരയുടെ ഉത്ഭവം സുനാമി തിരകൾ ഉത്ഭവിച്ചു. ഇന്തോനേഷ്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്ത് നിന്നാണ് ഈ തിര ഉത്ഭവിച്ച് അത് എവിടേക്ക് എത്തിച്ചേർന്നത്? ബംഗാൾ ഉൾക്കടലിലേക്ക് എത്തിച്ചേർന്ന് ആ ഒരു സുനാമി തീരദേശങ്ങളിൽ റിക്ടർ സ്കെയിലിന് എത്ര കാണിച്ചു എന്നാ പറയുന്നത്? 9.0 ആയിരുന്നു റിക്ടർ സ്കെയിലിന് ആ ഭൂകമ്പത്തിന്റെ തീവ്രത. ആൻഡ് ദെൻ ഫസ്റ്റ് ഇറ്റ് വാസ് റെക്കോർഡ് അറൌണ്ട് 6.29 AMIST in Indonesia, and after 3 hours it attacked the west of Pulo Great Nicobar, India. അതായത് പിന്നെ ആദ്യം ഇത് ഇന്തോനേഷ്യയിൽ രാവിലെ 6:29 രേഖപ്പെടുത്തി. അപ്പൊ ആദ്യം ഇത് രേഖപ്പെടുത്തിയത് ഇന്തോനേഷ്യയിൽ ഈ സുനാമി തിര രേഖപ്പെടുത്തിയത് എപ്പോഴാണ്? രാവിലെ 6:29 രേഖപ്പെടുത്തുകയും 3 മണിക്കൂറിന് ശേഷം ഇന്ത്യയിലെ ഗ്രേറ്റ് നിക്കോബാറിലെ പുലോകുഞ്ചിയുടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഈ ഒരു തിര ആഞ്ഞടിക്കുകയും ചെയ്തു. റിക്ടർ സ്കെയില് എന്ന് പറയുന്നത് എത്രയാണ്? 7.3. അപ്പൊ കുട്ടികളെ ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ. ആദ്യം ഇത് ഇന്തോനേഷ്യയിൽ നിന്ന് 6:29 ഈ ഒരു സുനാമി തിര ഉത്ഭവിക്കുകയും 3 മണിക്കൂറിനുള്ളിൽ അത് ഇന്ത്യയിലെ ഗ്രേറ്റ് നിക്കോബാറിലെ ഐലൻഡ് പുലോകുഞ്ചിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ആക്രമണം നടത്തി ഈ ഒരു തിരമാല 7 റിക്ടർ സ്കെയിൽ കാണിച്ചുകൊണ്ട് ഈ ഒരു തിരമാലയുടെ ആക്രമണം ഉണ്ടായി. മാത്രല്ല ഈ തിര വരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഭൂകമ്പം ഉണ്ടായത്. അങ്ങനെ ഭൂകമ്പത്തെ തുടർന്ന് 3 മുതൽ 10 മീറ്റർ വരെ ഉയരമുള്ള ഭീകരമായ സുനാമി തിരമാലകൾ ഉണ്ടാവുകയും അവ 3 കിലോമീറ്റർ വരെ ഉൾനാടുകളിലേക്ക് തുളച്ചു കയറുകയും ചെയ്തു. അതായത് ഈ ഒരു സുനാമി തിരമാല 3-4 കിലോമീറ്റർ ദൂരം ഉയരത്തിൽ, ഒന്ന് ആലോചിച്ച് നോക്ക്. 3-4 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ദൂരമുണ്ട്? അത്രയും ഉയരത്തില്, ആ കിലോമീറ്ററിന്റെ ഉയരത്തില് സുനാമി തിരകള് പൊന്തുകയും അങ്ങനെ അത് പല ഗ്രാമങ്ങളെയും ഉൾനാടുകളിലേക്ക് തുളച്ചു കയറുകയും ഈ തിരകൾ മൂലം ഒരുപാട് ഗ്രാമങ്ങൾ നശിക്കുന്നതിന് കാരണമാവുകയും ചെയ്തു. The Indian Ocean tsunami 2004 had caused devastating damage to the lives and property of many countries, and it caused irreparable damage to the Indian coast as well. More than 20 countries experienced major casualty and damage, and the total of about 2.2 million people got affected. പിന്നെന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? 2004 ഇന്ത്യൻ മഹാസമുദ്രം സുനാമി നിരവധി രാജ്യങ്ങളുടെ ജീവനും സ്വത്തിനും വിനാശകരമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും അങ്ങനെ ഇന്ത്യൻ തീരത്തിന് പരിഹരിക്കാനാകാത്ത നാശനഷ്ടങ്ങൾ വരുത്തിവെക്കുകയും ഏകദേശം 2.2 മില്യൺ 20 കൺട്രീസ് 20 കൺട്രികൾ 20ലധികം രാജ്യങ്ങൾ വലിയ നാശനഷ്ടങ്ങൾക്കും 2.2 ദശലക്ഷം ആളുകളെ ഇത് ബാധിക്കുകയും ചെയ്തു. ഏകദേശം 20 രാജ്യങ്ങളെ ഈ സുനാമി തിര എഫക്ട് ചെയ്തിട്ടുണ്ട്.
2.2 ലക്ഷം ആളുകളെനെ ഇത് ബാധിക്കുകയും ചെയ്തു. ഇതാണ് ഇന്ത്യൻ ഓഷ്യൻ സുനാമി എന്നറിയപ്പെടുന്നത്. അതിന്റെ സെക്കൻഡ് പാരഗ്രാഫാണ് പറയുന്നത്. The Indian Ocean tsunami had affected nearly 2,250 kilometers of the coastal area of India, which covered states namely Tamil Nadu, Kerala, Andhra Pradesh, and the Union Territory of Pondicherry and the Andaman Nicobar Island. അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടായ സുനാമി ഇന്ത്യയുടെ തീരദേശ മേഖലയുടെ ഏകദേശം 2260 കിലോമീറ്റർ പ്രദേശത്തെ ബാധിക്കുകയും, എത്ര ഭാഗത്തെയാണ്? 2260 കിലോമീറ്റർ പ്രദേശത്തെയാണ് ഈ സുനാമി തിരമാല എഫക്ട് ചെയ്തത്. അതിനാൽ തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, പോണ്ടിച്ചേരി, അതേപോലെ തന്നെ അതൊക്കെ ഈ പോണ്ടിച്ചേരി എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രദേശമാണ്, എന്നീ ഭാഗങ്ങളെയും ആൻഡോമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവ ഉൾപ്പെട്ടിരിക്കുന്നു. അപ്പൊ മക്കളെ, ഇന്ത്യ ഓഷ്യനിൽ ഉണ്ടായിട്ടുള്ള ഈ സുനാമി തിരകള് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് എത്ര കിലോമീറ്റർ പരിധിയിലാണ്? 2260 കിലോമീറ്റർ പ്രദേശത്തെ ബാധിച്ചു. അതിൽ നമ്മളുടെ ഇന്ത്യയിൽ തന്നെ തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, അതേപോലെ തന്നെ പിന്നെ ഏതാണ് യൂണിയൻ ടെറിറ്ററി ആയിട്ടുള്ള പോണ്ടിച്ചേരി, ആൻഡോമാൻ നിക്കോബാർ ഐലൻഡ് തുടങ്ങി സമീപവാസികളെയും ഇത് വളരെയധികം ബാധിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കൂടാതെ പിന്നെന്താണ് പറയുന്നത്? ആസ് പെർ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് 12,405 people lost their lives, 6,913 people were injured, and 6,47,000 ഒരു മിനിറ്റ് 54,759 people were displaced from their dwellings. About 10 lakh houses were estimated to damage or destroyed. Approximately 2,000 kilometers of the Indian coastline was submerged to a distance of 2 kilometers. അപ്പോൾ ഇവിടെ മരണപ്പെട്ടതിൻ്റെയും ഞാൻ പറഞ്ഞു 2260 കിലോമീറ്റർ വരെയുള്ള പ്രദേശങ്ങളെയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുനാമി തിരകൾ ബാധിച്ചത് എന്ന് പറഞ്ഞു. അതിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ബാധിച്ച സംസ്ഥാനങ്ങൾ ഏതാ? തമിഴ്നാടും, കേരളവും, ആന്ധ്രാപ്രദേശും, അതേപോലെ തന്നെ യൂണിയൻ ടെറിറ്ററി ആയിട്ടുള്ള പോണ്ടിച്ചേരിയും ആൻഡോമാൻ നിക്കോബാർ ദ്വീപുകൾ തന്നെയാണ്. മാത്രമല്ല ഇന്ത്യ ഗവൺമെന്റിന്റെ റിപ്പോർട്ട് പ്രകാരം 12,405 പേർക്കാണ്, അതൊരു എസ്റ്റിമേറ്റ് ആട്ടോ, യഥാർത്ഥ കണക്കൊന്നുമല്ല, ഒരു എസ്റ്റിമേറ്റ്, ഇത്രയും ആണ് എന്നുള്ളത് പറയുക, എത്രയോ ആളുകളെ കാണാതെയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 12,405 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും 6,913 പേർക്ക് പരിക്കേൽക്കുകയും, അതേപോലെ തന്നെ 6,47,059 പേർക്ക് വീടുകളിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വരികയും, ഏകദേശം 1,00,000 വീടുകൾ കേടുപാട് സംഭവിക്കുകയും നശിക്കുകയും ചെയ്തതായിട്ടാണ് ഇവിടെ കണക്കാക്കപ്പെടുന്നത്. അങ്ങനെ 2,000 കിലോമീറ്റർ 2 കിലോമീറ്റർ വരെ വെള്ളത്തിനടിയിലായി. 2 കിലോമീറ്റർ, അതായത് എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഏകദേശം 2,000 കിലോമീറ്റർ ദൂരം വരെ എന്തായി എന്നും പറയുന്നുണ്ട്, വെള്ളത്തിന്റെ അടിയിലാവുകയും ചെയ്തു. ഇതൊക്കെയാണ് സുനാമിയുടെ സൈഡ് എഫക്റ്റ്. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആട്ടോ, 2004 ഇന്ത്യൻ ഓഷ്യൻ സുനാമി. അപ്പൊ അതില് ഇത്രയും കാര്യങ്ങളാണ് ആ പാരഗ്രാഫിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. മൂന്നാമത്തെ പാരഗ്രാഫാണ് ടീച്ചർ പറയുന്നത്. ദ ഇന്ത്യൻ ഓഷ്യൻ സുനാമി ഹാഡ് കേസ്ഡ് ഹ്യൂജ് ഡിവാസ്റ്റിംഗ് ഇമ്പാക്ട് ഓൺ 13 കോസ്റ്റൽ ഡിസ്ട്രിക്ട്, തമിഴ്നാടു, ചെന്നൈ, തിരുവല്ലൂർ, കാഞ്ചീപുരം, വിളപുരം, കൂടല്ലൂർ, നാഗപട്ടണം, തിരുവഞ്ചൂർ,
പുതുക്കോട്ടൈ, രാമനാഥപുരം, തൂത്തുക്കുടി, തിരുനെൽവേലി, കന്യാകുമാരി. 3 districts Nagapattanam, Kanyakumari, Kudallur were the worst affected of all districts with the death of. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോളൂ, തമിഴ്നാട്ടിലെ 13 കോസ്റ്റൽ ഡിസ്ട്രിക്റ്റിനെയാണ് ഈ ഒരു സുനാമി തിര ബാധിച്ചത്. തമിഴ്നാട്ടിലെ 13 തീരദേശ ജില്ലകളായ ചെന്നൈ, തിരുവള്ളൂർ, കാഞ്ചീപുരം, വില്ലുപുരം, കടലൂർ, നാഗപട്ടണം, തിരുവാരൂർ, തഞ്ചാവൂർ, പുതുക്കോട്ടെ, രാമനാഥപുരം, അതേപോലെ തന്നെ തൂത്തുക്കുടി, തിരുനെൽവേലി, കന്യാകുമാരി എന്നിവിടങ്ങളിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഉണ്ടായിട്ടുള്ള സുനാമി തിരകൾ വലിയ നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചു. കൂടാതെ നാഗപട്ടണം, കന്യാകുമാരി, കടലൂർ എന്നാണ്, കടലൂർ എന്നീ 3 ജില്ലകളെ ഏറ്റവും കൂടുതൽ ബാധിച്ചത്. നാഗപട്ടണം, കന്യാകുമാരി, കടലൂർ തുടങ്ങിയ തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട 3 ജില്ലകളായിട്ടുള്ള നാഗപട്ടണം, കന്യാകുമാരി, കടലൂർ എന്നീ ജില്ലകളെയാണ് ഏറ്റവും കൂടുതൽ ഈ സുനാമി തിരകള് കൂടുതൽ ബാധിച്ചത്. യഥാക്രമം എത്ര ആളുകളാണ് ഇതിൽ മരണപ്പെട്ടത് എന്ന് നോക്കിക്കോളൂ. ഇവിടെ മരണപ്പെട്ട ജനസംഖ്യ എന്ന് പറയുന്നത് 6,55,828. അപ്പം ഇവിടെ 6,65,828 പേരാണ് ഇതിൽ എന്ത് സംഭവിച്ചതായിട്ട് മരണപ്പെട്ടതായിട്ട് പറയുന്നത്. എന്നിരുന്നാലും സുനാമിയോടുള്ള പ്രതികരണം വേഗത്തിലും സുഗമമായിരുന്നു. അതിനാൽ സർക്കാർ സ്ഥാപനങ്ങൾ, സർക്കാർ ഇതര സംഘടനകൾ, ഏജൻസികൾ, പ്രാദേശിക സമൂഹം എന്നിവയുടെ സംയുക്ത പരിശ്രമവും ഉൾപ്പെട്ടിരുന്നു. ഇത്രയാണ് അതിലെ 3ാമത്തെ പാരഗ്രാഫിലൂടെ പറയുന്നത്. അടുത്തതാണ്, after the tsunami had struck, it was the local community members who come for immediate rescue even before the government. സുനാമി അടിച്ചതിന് ശേഷം സർക്കാരിനും NGOകൾക്കും മറ്റു പ്രവർത്തനങ്ങൾക്ക് പ്രതികരിക്കുന്നതിന് മുമ്പ് തന്നെ അടിയന്തര രക്ഷാപ്രവർത്തനത്തിനായി എത്തിയത് പ്രാദേശിക സമൂഹാംഗങ്ങളായിരുന്നു. അപ്പോൾ കുട്ടികളെ, ഈ ഒരു സുനാമി തിരകള് വന്നു വിഴിഞ്ഞ സമയത്ത് രക്ഷയ്ക്ക് നമുക്ക് സുരക്ഷിതമൊരുക്കാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ആരാണ്? സർക്കാരുകളും NGOകൾക്കും പകരം ഏറ്റവും കൂടുതൽ അടിയന്തര രക്ഷാപ്രവർത്തനത്തിനായി എത്തിയത് പ്രാദേശിക സമൂഹാംഗങ്ങളായിരുന്നു. അതായത് ഈ ഒരു സുനാമി തിരകൾ ഉണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ ആ സുനാമിയിൽ പെട്ട് വലയുന്ന ആളുകളെ രക്ഷിക്കാൻ എത്തിയത് ലോക്കൽ കമ്മ്യൂണിറ്റി ആയിരുന്നു, സാധാരണ ആളുകളായിരുന്നു. മത്സ്യത്തൊഴിലാളികളാണ് ഈ ഒരു പ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിച്ചത്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും NGOകളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികൾ അഥവാ ലോക്കൽ കമ്മ്യൂണിറ്റിയാണ് ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിരുന്നത് എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. The government provided relief material and coordinated the relief and rehabilitation program. സുനാമിയെ തുടർന്നുള്ള ഘട്ടത്തിൽ മാത്രമാണ് സർക്കാരും NGOകളും പിന്തുണ നൽകിയത്. സർക്കാർ ദുരിതാശ്വാസ സാമഗ്രികൾ നൽകുകയും ദുരിതാശ്വാസ പുനരധിവാസ പരിപാടികൾ ഏകോപിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഗവൺമെന്റ് പ്രൊവൈഡ് റിലീഫ് മെറ്റീരിയൽ ആൻഡ് കോർഡിനേറ്റഡ് ദ റിലീഫ് ആൻഡ് റീഹാബിറ്റേഷൻ പ്രോഗ്രാം. ഗവൺമെന്റ് ദുരിതാശ്വാസ പുനരധിവാസ പരിപാടികൾ ഏകോപിച്ചു എന്നാണ് പറയുന്നത്. The voluntary organization and other NGO were involved in the intervention program initiated in the mitigation. അത് മാത്രമല്ല, സന്നദ്ധ സംഘടനകളും മറ്റ് ഏജൻസികളും ഇടപെടൽ പരിപാടികൾ ഒരു പരിധി വരെ ഈ ദുരന്തത്തിന്റെ
ഈ വ്യാപ്തി കുറയ്ക്കുന്നതിനും കാരണമായി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സുനാമിയെ തുടർന്നുണ്ടായിട്ടുള്ള കാര്യങ്ങൾ. ഇന്തോനേഷ്യൻ, അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടായിട്ടുള്ള ആഞ്ഞടിച്ചു വന്ന തിരകളാണ് സുനാമി തിരകള്. ഇത് ഇന്തോനേഷ്യയിലെ വടക്ക് പടിഞ്ഞാറൻ തീരത്ത് നിന്ന് ഉത്ഭവിച്ച് എവിടേക്കാണ് എത്തിച്ചേർന്നത്? ബംഗാളിന്റെ തീരഭാഗങ്ങളിലേക്ക്, ബംഗാൾ ഉൾക്കടലിലാണ് ഇതിന്റെ പ്രകമ്പനം ഉണ്ടായത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും പിന്നീട് അതിന്റെ പ്രകമ്പനം ഉണ്ടായത് ബംഗാൾ ഉൾക്കടലിലാണ്. പിന്നീട് തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ, അതേപോലെ തന്നെ പോണ്ടിച്ചേരി, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ തുടങ്ങിയ മേഖലകളെയൊക്കെ ഇത് വളരെയധികം ബാധിച്ചു. പിന്നെ എത്ര ആളുകളാണ് മരണപ്പെട്ടത്, അങ്ങനെ ഒരുപാട് റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെയാണ് പിന്നീട് ഇതിൽ വരുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് അതിൽ പറഞ്ഞു തരാനുള്ളത്. ഇനി അതിൽ എന്ത് ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ ലൈവ് ക്ലാസ് ഉണ്ടാകുമ്പോഴൊക്കെ ഡിസ്കഷൻ നടത്താം കേട്ടോ. ഓക്കെ, അടുത്തതാണ് ഉത്തരാഖണ്ഡ് ഫ്ലഡ് 2013. 2013 ഉത്തരാഖണ്ഡിൽ ഉണ്ടായിട്ടുള്ള വെള്ളപ്പൊക്കം. ഉത്തരാഖണ്ഡ് ഫ്ലഡ് 2013. ശ്രദ്ധിച്ചോളൂ. The state of Uttarakhand and the adjoining areas received heavy rainfall during 14th to 17th June 2013, which was about 375% more than benchmark rainfall in a normal monsoon. അതായത് എന്താ ഇവിടെ പറയുന്നത്? 2013 ജൂൺ 14 മുതൽ 17 വരെ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലും സമീപ പ്രദേശങ്ങളിലും കനത്ത മഴ ലഭിച്ചു. 2013 ജൂൺ 14 മുതൽ 17 വരെയുള്ള ദിവസങ്ങളിൽ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലും മറ്റു സമീപ പ്രദേശങ്ങളിലും കനത്ത മഴ ലഭിക്കുകയും ഇത് സാധാരണ മൺസൂണിനെ അടിസ്ഥാന മഴയേക്കാൾ ഏകദേശം 375% കൂടുതലാണ്. സാധാരണ ഒരു നോർമൽ മൺസൂൺ റെയിനിനേക്കാൾ 375% 375% മഴ കൂടുതലായിരുന്നു ഉത്തരാഖണ്ഡില്. 14 തീയതി തുടങ്ങിയ മഴ 17 തീയതി വരെ 3 ദിവസം നീണ്ടു നിന്നത്. പക്ഷെ അത് സാധാരണ മൺസൂണിനേക്കാളും ഈ മഴ കൂടുതലായിരുന്നു. അങ്ങനെ 13 ജില്ലകൾ ഔട്ട് ഓഫ് 13 ഡിസ്ട്രിക്ട് 5 ഡിസ്ട്രിക്ട്. ഏതൊക്കെയാണ് ആ 13 ജില്ലകള്? ശ്രദ്ധിച്ചോളൂ. 13 ജില്ലകള്. അതേപോലെ തന്നെ ഏതൊക്കെ നോക്കിക്കോളൂ. ബംഗ്വേശ്വർ, ചമോലി, അതേപോലെ തന്നെ പിത്തോറഗഡ്, രുദ്രപ്രയാഗ്, ഉത്തരകാശി എന്നീ 5 ജില്ലകളെ 13 ജില്ലകളെ ബാധിച്ചെങ്കിലും ഗുരുതരമായിട്ട് വളരെ ഡേഞ്ചറസ് സിറ്റുവേഷൻ ഉണ്ടാക്കിയത് 5 ജില്ലകളാണ്. അപ്പോൾ 2013 ജൂൺ 14, 17 ഉണ്ടായിട്ടുള്ള 3 ദിവസം നീണ്ടു നിന്ന മഴ ഉത്തരാഖണ്ഡിനെ വെള്ളത്തിലാഴ്ത്തി. ഏകദേശം 375% കൂടുതൽ മഴയാണ് അന്ന് ലഭിച്ചത്. ആ 3 ദിവസങ്ങളിലായിട്ട് കിട്ടിയത്. 13 ജില്ലകളെ ബാധിച്ചെങ്കിലും 5 ജില്ലകളെ പൂർണ്ണമായും നശിച്ചു എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണത്? ഏതൊക്കെ ജില്ലകളിലായിരുന്നു? ബാംഗ്വേശ്വർ, ചമോലി, പിത്തോഗഡ്, രുദ്രപ്രയാഗ്, ഉത്തരകാശി. അങ്ങനെ 5 ജില്ലകളെയാണ് ഇത് വളരെയധികം ഡേഞ്ചറായിട്ട് ബാധിച്ചതായിട്ട് പറയുന്നത്. The major reason for flash flood was extreme rainfall, melting of Chorbari Glacier and eruption of the മന്ദാകിനി റിവർ. അതായത് അതിശക്തമായ മഴയിൽ ചോരാബാരി ഹിമാനിയുടെ ഉരുകലും മന്ദാകിനി നദിയുടെ തകർച്ചയുമാണ് പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിന് പ്രധാന കാരണം. ദ മേജർ റീസൺ ഫോർ ഫ്ലാഷ് ഫ്ലഡ്. പെട്ടെന്ന് ഉത്തരാഖണ്ഡില് അങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടാവാനുള്ള കാരണം എന്താണ്? എക്സ്ട്രീം റെയിൻഫാൾ, മെൽറ്റിംഗ്. എന്താണ് ആ സ്ഥലപ്പേര്? ഏതാ? ചോരാബാരി ഗ്ലേസിയർ. ചോരാബാരി ഹിമാനിയുടെ ഉരുകല്. ചോരാബാരിയിലെ ഹിമകട്ടകൾ ഉരുകിയതും
പിന്നെ ഏതാ മന്ദാകിനി റിവർ നിറഞ്ഞൊഴുകിയതും ഒക്കെയാണ് ഉത്തരാഖണ്ഡിൽ ഇത്ര ഡേഞ്ചർ ആക്കുന്ന ഒരു ഫ്ലഡ് ഉണ്ടാവാനുണ്ടായ പ്രധാന കാരണം. ഉത്തരാഖണ്ഡിൽ ഇത്രയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഫ്ലഡ് ഉണ്ടാവാനുള്ള കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? ചോരോബാരി ഹിമാനിയുടെ ഉരുകലും, അതായത് ഹിമാനി ഉരുക പറഞ്ഞ മഞ്ഞുകട്ടകൾ ഉരുകിയിട്ട് വെള്ളമായിട്ട് അടിക്ക് പതിക്കുക. പർവ്വത മുകളിൽ നിന്നും മഞ്ഞുകട്ടകൾ ഉരുകി വാട്ടറായിട്ട് താഴേക്ക് പതിക്കുക. അതും രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് എന്താണ്? മന്ദാകിനി നദി നിറഞ്ഞൊഴുകി വെള്ളം പുറത്തേക്ക് വന്നതും ഒക്കെയാണ് ഉത്തരാഖണ്ഡ് ഫ്ലഡിന് 2013 ഉണ്ടായിട്ടുള്ള ഉത്തരാഖണ്ഡിന്റെ പ്രധാന കാരണമായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ആൻഡ് ദെൻ Meteorological Department, the rainfall of the state between 15 June and 18 June 2030 was measured at 385.1 mm against the normal rainfall of 71.3 mm, which was in excess by 440%. പിന്നീട് ഇവിടെ എന്താ പറയുന്നത് ശ്രദ്ധിച്ചോളൂ. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കനുസരിച്ച് 2013 ജൂൺ 15 ജൂൺ 18 ഇടയിൽ സംസ്ഥാനത്ത് 385.1 മീറ്റർ മഴ ലഭിച്ചു. ഇത് സാധാരണ മഴയിൽ നിന്നും 71.3 മില്ലി ലിറ്ററിൽ നിന്നും എത്ര ശതമാനം? 440% കൂടുതലാണ്. അപ്പോ ഏകദേശം 440% കൂടുതൽ മഴയാണ് ലഭിച്ചത് എന്നാണ് ഉത്തരാഖണ്ഡ് ഗവൺമെന്റ് ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രല്ല സ്റ്റേറ്റ് ഗവൺമെന്റ് ടോട്ടൽ 159 പീപ്പിൾ ഡെഡ് 169 ആളുകൾ മരണപ്പെടുകയും 4021 പീപ്പിൾ വേർ റിപ്പോർട്ടഡ് മിസ്സിംഗ് 4021 പേര് മിസ്സിംഗ് ആയിട്ടാണ് ഉത്തരാഖണ്ഡ് ഫ്ലഡിൽ അറിയപ്പെടുന്നത്. 169 പേര് മരണപ്പെടുകയും അതൊക്കെ ഒരു ഏകദേശം കണക്കാണ് കുട്ടികളെ. നമുക്കറിയാം വയനാട് ദുരന്തത്തിലൊക്കെ എത്രയോ ആളുകൾ മരിച്ചിട്ടുണ്ട്. അതിന്റെ ശരിക്കുള്ള കണക്കൊന്നും നമുക്ക് അറിയില്ല. എത്രയോ ആളുകൾ മിസ്സിംഗ് ഉണ്ട്. നിങ്ങൾ പേപ്പറിലൊക്കെ വായിച്ചിരുന്നില്ലേ? നിലമ്പൂര് ചാലിയാർക്കൂടെ ആയിരുന്നു വയനാട്ടില് ഈ ഉരുൾ പൊട്ടിയപ്പോൾ മൃതശരീരങ്ങള് ചാലിയാർ പുഴയിലൂടെയാണ് ഒഴുകി നടന്നിരുന്നത്. അങ്ങനെ അറിയണതും അറിയപ്പെടാത്തതുമായ എത്രയോ ആളുകൾ ചിലപ്പോൾ മരണപ്പെട്ടു. ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം ഉള്ളതേ ഗവൺമെന്റ് ഇത്ര ആളുകളെ കാണാനില്ല, ഇത്ര ആളുകള് ഡെത്താണ്, ഇത്ര ആളുകളെ തിരിച്ചറിഞ്ഞു എന്നൊരു എസ്റ്റിമേറ്റ് പറയാന്നല്ലാതെ അതിൽ കൂടുതലും ആളുകൾ ഏതൊരു ദുരന്തത്തിലും മരണപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് പറയണത്. അപ്പൊ നമ്മള് ഈ ഡിസാസ്റ്റർ പ്രോഗ്രാമുകളൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു തന്നിരുന്നു ടീച്ചർ, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. എപ്പോഴും ഓരോ പഞ്ചായത്തിന്റെയും ഓരോ ജില്ലാ പഞ്ചായത്തിന്റെയൊക്കെ ആളുകളുടെ എണ്ണം എടുത്ത് കറക്റ്റ് ചെയ്ത് വെക്കണം. ദുരന്ത മേഖല ഏരിയകളിൽ എപ്പോഴും ആളുകളുടെ എണ്ണം അതാത് പഞ്ചായത്തിലായാലും വില്ലേജിലായാലും രേഖപ്പെടുത്തിയിരിക്കണം എന്ന് നിർബന്ധമാണ് അല്ലേ? എത്ര വീടുകളാണ് ഉള്ളത് എന്നും എത്ര ആളുകളാണ് ഉള്ളത് എന്നൊക്കെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞിരുന്നത്. എന്തുകൊണ്ടാണ്? ഇത്തരത്തിലൊക്കെ ഉള്ള ദുരന്തങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ എത്ര ആളുകൾ മിസ്സിംഗ് ആണ്, എത്ര ആളുകൾ മരണപ്പെട്ടു എന്ന് അറിയാൻ കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. അതിലെ വലിയൊരു പാരഗ്രാഫാണ് ഞാൻ പറയുന്നത്, ശ്രദ്ധിച്ചോളൂ. The heavy rain, flash flood and massive landslide on 15th June 2013 due to overflow of Gandhi Sarovar just above Kedarnath temple kept washing away of area around Kedarnath temple, pilgrim shelters there and en route foot track and entire village and settlement of Gurikund and Rambada, the transition point of Kedarnath. 2013 ജൂൺ 16 കനത്ത മഴ, വെള്ളപ്പൊക്കം, വൻതോതിലുള്ള മണ്ണിടിച്ചിൽ എന്നിവ കേദാർനാഥ് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ, തീർത്ഥാടന കേന്ദ്രങ്ങൾ, വഴിയരികിലെ കാൽനടപ്പാതകൾ, ഗൗരികുണ്ട്, റാംബണ്ട എന്നിവിടങ്ങളിലെ മുഴുവൻ ഗ്രാമങ്ങളും വാസസ്ഥലങ്ങളും ഒലിച്ചുപോയി. 2013 ജൂൺ 16 കനത്ത മഴ 14 തൊട്ട് 17 വരെ ഉണ്ട്. 16-ാം തീയതി തന്നെ എത്ര ഭാഗങ്ങളാ പോയെന്നാ പറയണത്. 2013 ജൂൺ 16
ഉത്തരാഖണ്ഡിലെ വെള്ളപ്പൊക്കം, ഫ്ലഡ് കാരണം വൻതോതിലുള്ള മണ്ണിടിച്ചിൽ, കേദാർനാഥ് ക്ഷേത്രത്തിനു ചുറ്റുമുള്ള പ്രദേശങ്ങൾ, തീർത്ഥാടന കേന്ദ്രങ്ങൾ, വഴിയരികിലെ കാൽനട പാതകൾ, ഗൗരികുണ്ട്, റാംബണ്ട എന്നിവിടങ്ങളിൽ മുഴുവൻ ഗ്രാമങ്ങളും വാസസ്ഥലങ്ങളും ഒലിച്ചുപോയി. മാത്രമല്ല കേദാർനാഥിലേക്കുള്ള സംക്രമണ പോയിന്റുകൾ, സോൻപ്രയാഗ് എന്ന ചെറുപട്ടണത്തിലെ മാർക്കറ്റ് കനത്ത നാശനഷ്ടങ്ങളും ജീവഹാനിയും സംഭവിച്ചു. ഇപ്പോൾ കേദാർനാഥിലേക്കുള്ള ചെറുപട്ടണങ്ങളും അതേപോലെ തന്നെ മാർക്കറ്റൊക്കെ നശിക്കുന്നതിനും കാരണമായി തീർന്നു എന്നാണ് പറയുന്നത്. കൂടാതെ പുണ്യ ഹിന്ദു ചർധാം, അതായത് ഹിന്ദുക്കള് പ്രയർ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. 4 സ്ഥലങ്ങൾ ചേർന്നതാണ് ഹിന്ദു ചർധാം. ഹിന്ദു ചർധാം 4 സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? അത് സിഖ് സമൂഹത്തിന്റെ ഒരു തീർത്ഥാടന കേന്ദ്രമായിരുന്നു. ഹേമകുണ്ട് സാഹിബ്, അതിന്റെ പ്രധാന ഗതാഗത കേന്ദ്രമായ ഗോവിന്ദ് ഘട്ട്, ഗുരുദ്വാര എന്നിവിടങ്ങളിലും ഇത് വളരെ അധികം എഫക്ട് ചെയ്തതായിട്ടാണ് പറയുന്നത്. മാത്രല്ല ഏകദേശം 1,25,000-ത്തിലധികം ആളുകൾ വിവിധ പ്രദേശങ്ങളിൽ മാറി താമസിക്കേണ്ടി വരികയും പ്രദേശങ്ങളിൽ 1,25,000 ആളുകൾ കുടുങ്ങി, ഈ മഴ ഫ്ലഡ് കാരണം പലയിടത്തും കുടുങ്ങി താമസിക്കേണ്ടി വരികയും, മാത്രല്ല ഈ മേഖലയിൽ ബാധിച്ചിരുന്ന ഒറ്റപ്പെട്ടിരുന്ന വിനോദസഞ്ചാരികളും ഒക്കെ ഭക്ഷണമില്ലാതെയൊക്കെ അതിജീവിക്കേണ്ടതായി വന്നു എന്നാണ് പറയുന്നത്. ഏകദേശം 450-ലധികം സ്ഥലങ്ങളിൽ റോഡുകൾ ഗുരുതരമായി തകരുകയും ഗതാഗത കുരുക്കിന് കാരണമാവുകയും ചെയ്തു. 450ഓളം റോഡുകൾ ഈ ഒരു ഉത്തരാഖണ്ഡ് ഫ്ലഡിന്റെ ഭാഗമായിട്ട് തകർന്നു. 450ഓളം റോഡുകൾ. കൂടാതെ പ്രധാന പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമായ ബദരീനാഥിൽ 12,000-ത്തിലധികം തീർത്ഥാടകർ കുടുങ്ങി. ബദരീനാഥും കേദാർനാഥൊക്കെ വെള്ളത്തിൽ മുങ്ങിയിരുന്നു കേട്ടോ. അങ്ങനെ ബദരീനാഥിൽ 12,000-ത്തോളം അധികം തീർത്ഥാടകർ കുടുങ്ങി. അങ്ങനെ 2013 ജൂൺ 21 വരെ വെള്ളപ്പൊക്കത്തിൽ നദികളിൽ ഒലിച്ചുപോയ 40 ആളുകളുടെ മൃതദേഹങ്ങൾ ഉത്തർപ്രദേശിലെ ബിനോർ, അലഹാബാദ്, ബുലന്ദ് ഷഹർ തുടങ്ങിയ വിദൂര സ്ഥലങ്ങളിൽ നിന്നും ലഭിക്കുകയുണ്ടായി എന്നാ പറയുന്നത്. 1 മാസം കഴിഞ്ഞിട്ടും മൃതശരീരങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ലഭിച്ചുകൊണ്ടിരുന്നു. 2013 സെപ്റ്റംബർ വരെ 4ാം റൗണ്ട് തിരച്ചിൽ പ്രവർത്തനത്തിൽ, അപ്പോഴും ജൂണിൽ നടന്നിട്ടും ആഗസ്റ്റ് സെപ്റ്റംബർ 2 മാസമാണ് തെരച്ചിൽ തുടർന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ജൂണിലാണ് ഉത്തരാഖണ്ഡ് ഫ്ലഡ് ഉണ്ടായതെങ്കിലും പിന്നെ 1 മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് മൃതശരീരങ്ങൾ കിട്ടിയിരുന്നത് പല ഭാഗത്തു നിന്നായിട്ട്. അങ്ങനെ ഏകദേശം 2 മാസത്തിൽ കൂടുതൽ ഈ തിരച്ചിൽ തുടർന്നു എന്നാണ് പറയുന്നത്. 2013 സെപ്റ്റംബർ വരെ 4ാം റൗണ്ട് തെരച്ചിൽ നടത്തുകയും 166 മൃതദേഹങ്ങൾ വരെ അഴുകിയ അവസ്ഥയിൽ കണ്ടെത്തി. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ വ്യോമസേന, കരസേന, NDRF, സംസ്ഥാന ഭരണകൂടം എന്നിവ വെള്ളപ്പൊക്കം ബാധിച്ച പ്രദേശത്ത് നിന്നും ഏകദേശം 1,25,000 ആളുകളെ ഒഴിപ്പിച്ചു. കൂടാതെ ദുരന്തത്തിന് തൊട്ടു പിന്നാലെ ആദ്യം പ്രതികരിച്ചതും രക്ഷാപ്രവർത്തനത്തിന് മുൻകൈയെടുത്തതും ITBP ആയിരുന്നു. ഉത്തരാഖണ്ഡ് രക്ഷാപ്രവർത്തനങ്ങളിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും ഏകദേശം 1,600ഓളം ITBP ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ടിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഉത്തരാഖണ്ഡ് ഫ്ലഡിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. അതിൽ ഓരോ കാര്യങ്ങൾ ഞാൻ ബോർഡും എഴുതിയിട്ടിട്ടില്ല. ഈ ഒരു പാരഗ്രാഫിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരിക ചെയ്തത്. അപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം? വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. എത്രത്തോളം നിങ്ങൾക്ക് വീഡിയോ കേട്ട് മനസ്സിലാക്കാൻ കാണുന്നതിനേക്കാൾ ഉപരി കേൾക്കുക. ഇയർസെറ്റൊക്കെ ഉണ്ടെങ്കിൽ ചെവിയിൽ വെച്ച് ഇങ്ങനെ ക്ലാസ് കേട്ടാൽ മതി. അപ്പോൾ കേൾക്കും തോറും നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാവും കേട്ടോ. അപ്പോൾ പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ലൈവിൽ അല്ലെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അടുത്ത ടോപ്പിക്ക് നമുക്ക് എടുക്കാനുള്ളത് സൈക്ലോൺ ഫൈലിൻ 2013. അതെന്താ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത ടോപ്പിക്കാണ് സൈക്ലോൺ ഫൈലിൻ 2013. അതായത് സൈക്ലോൺ എന്ന് പറഞ്ഞാൽ എന്താ? ചുഴലിക്കാറ്റ്. ഫൈലിൻ എന്ന ചുഴലിക്കാറ്റ് 2013 ഉണ്ടായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള ഒരു ചുഴലിക്കാറ്റാണ് സൈക്ലോൺ ഫൈലിൻ. ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഇതൊക്കെ കേസ് സ്റ്റഡിയിൽ വരുന്നതാട്ടോ കുട്ടികളെ. ഇപ്പോൾ കേസ് സ്റ്റഡി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയേ വെക്കേണ്ടു. ഇതാണ് ഇപ്പോൾ കേസ് സ്റ്റഡി. ഏതൊക്കെ? ഒഡീഷ സൂപ്പർ സൈക്ലോൺ,
ഭൂജ് കേക്ക്, ഇന്ത്യൻ ഓഷ്യൻ സുനാമി, ഉത്തരാഖണ്ഡ് ഫ്ലഡ്, സൈക്ലോൺ ഫൈലിൻ. എന്താണ് സൈക്ലോൺ ഫൈലിൻ നോക്കാം. As we already discussed in section 15.2, Odisha suffers frequent cyclone and flood. അതായത് ഇവിടെ എന്താ പറയുന്നത് നോക്കൂ. സെക്ഷൻ 15.2 15.2 നമ്മൾ ഈ ഒഡീഷ സൈക്ലോണിനെ കുറിച്ച് പറഞ്ഞതായിരുന്നു അല്ലേ. അതേപോലെ തന്നെ അപ്പോൾ സെക്ഷൻ 15.2 നമ്മൾ ഒഡീഷയെ കുറിച്ച് പറഞ്ഞതായിരുന്നു. അതേപോലെ ഒഡീഷയിൽ ഇടയ്ക്കിടെ ചുഴലിക്കാറ്റുകളും വെള്ളപ്പൊക്കവും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഒഡീഷയിൽ ഉണ്ടായിട്ടുള്ള ഫ്ലഡ് നമ്മൾ ആദ്യം പറഞ്ഞതാണ്. പക്ഷേ ഇടയ്ക്കിടെ ഒഡീഷയിൽ എന്തും ഉണ്ടാവാറുണ്ട്, സൈക്ലോണും ഉണ്ടാവാറുണ്ട്. ദ സൈക്ലോൺ ഫൈലിൻ ആഡ് ക്രോസ്ഡ് ദ കോസ്റ്റ്ലിൻ ബ്രഹ്മപുത്ര ഒഡീഷ ഓൺ 12 ഒക്ടോബർ 2013. അതായത് ഇവിടെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. 2013 ഒക്ടോബർ 12 ഫൈലിൻ ചുഴലിക്കാറ്റ് ഒഡീഷയിലെ ബർത്തംപൂർ തീരം കടന്നിരുന്നു. ചുഴലിക്കാറ്റ് കാരണം സംസ്ഥാനം തുടർച്ചയായ മഴ നേരിട്ടു. ചുഴലിക്കാറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വ്യാപകമായ നാശനഷ്ടങ്ങൾ വരുത്തിയെങ്കിലും കുറച്ച് നാശനഷ്ടങ്ങൾ മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ 2013 ഇവിടെ ശ്രദ്ധിച്ചോളൂ. ദ സൈക്ലോൺ ഫൈലിൻ ആഡ് ക്രോസ്ഡ് കോസ്റ്റ്ലൈൻ ബ്രഹ്മപുത്ര ഒഡീഷ ഓൺ 12 ഒക്ടോബർ 2013. 2013 ഒക്ടോബർ 12 ഫൈലിൻ ചുഴലിക്കാറ്റ് ഒഡീഷയിലെ ബദ്പൂർ തീരം കടന്നിരുന്നു. ചുഴലിക്കാറ്റ് കാരണം സംസ്ഥാനം തുടർച്ചയായ മഴ നേരിട്ടു. ഇപ്പൊ 2013 ഒക്ടോബർ 12 വീശിയ ചുഴലിക്കാറ്റ് കാരണം ഏത് തീരത്താണ്? ബർത്തംപൂർ തീരം. ആ തീരത്ത് ചുഴലിക്കാറ്റ് ശക്തിപ്പെടുകയും സംസ്ഥാനം തുടർച്ചയായ മഴ നേരിടുകയും ചുഴലിക്കാറ്റിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വ്യാപകമായ നാശനഷ്ടങ്ങൾ വരുത്തിയെങ്കിലും കുറച്ച് നാശനഷ്ടങ്ങൾ മാത്രമേ അന്ന് റിപ്പോർട്ട് ചെയ്തതായിട്ട് അറിയപ്പെടുന്നുള്ളൂ. As per Government of Odisha, the cyclone had affected the lives of 13 million people. ഒഡീഷ സർക്കാരിന്റെ കണക്കനുസരിച്ച് ചുഴലിക്കാറ്റ് 13 ദശലക്ഷം ആളുകളുടെ ജീവിതത്തെ ബാധിച്ചു. As per Government of Odisha, the cyclone had affected lives of 30 million people. ഏകദേശം 13 ദശലക്ഷം മില്യൺ ആളുകളെയാണ് ഈ ഒരു സൈക്ലോൺ ഫൈലിൻ ബാധിച്ചത്. അതേപോലെ തന്നെ 2,56,633 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും വ്യാപകമായി വിളകളെയും അത് ബാധിക്കുകയും ചെയ്തു. 45 പേർ മരണപ്പെട്ടു. ഇവിടെ പ്രധാന ഘടകം കാരിയർ ചുഴലിക്കാറ്റുകളെ അപേക്ഷിച്ച് ജീവഹാനി വളരെ കുറവായിരുന്നു. അപ്പൊ 2,56,633 പേരുടെ വീടുകൾ നഷ്ടപ്പെട്ടു. 2,56,633 പേരുടെ കേടുപാടുകൾ സംഭവിക്കുകയും അതേപോലെ വിളകൾ സാരമായി ബാധിക്കുകയും 45 പേര് മരണപ്പെടുകയും, ആകെ 45 പേര് കേട്ടോ മരണപ്പെട്ടിട്ടുള്ളൂ. മാത്രല്ല കാരിയർ ചുഴലിക്കാറ്റുകളെ അപേക്ഷിച്ച് വളരെ ജീവൻ എടുക്കൽ കമ്മിയായിരുന്നു. പക്ഷെ നാശനഷ്ടം ഏകദേശം 2,56,633 പേരുടെ വീടുകൾക്ക് നാശം സംഭവിച്ചു. During the period of cyclone, resources were developed from Odisha Rapid Action Force, Andhra Pradesh State Disaster Response Force, National Disaster Response Force, Indian Army, Indian Air Force, Fire Service, DG of Police for Search and Rescue Operation. ചുഴലിക്കാറ്റ് ഒഡീഷ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്, ആന്ധ്രാപ്രദേശ് സംസ്ഥാന ദുരന്ത നിവാരണ സേന, ദേശീയ ദുരന്ത നിവാരണ സേന, ഇന്ത്യൻ സൈന്യം, ഇന്ത്യൻ വ്യോമസേന, അഗ്നിശമന സേന, പോലീസ് ഡയറക്ടർ ജനറൽ എന്നിവരിൽ നിന്നുള്ള തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടി എന്നാണ് പറയുന്നത്. കൂടാതെ
Mock drills were also conducted. The cyclone sheltered the prepared community in facing the situation. അപ്പോൾ എന്താ പറയുന്നത്, ഇവരുടെയൊക്കെ ഈ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയ ഫോഴ്സിന്റെ പേരാ ഞാൻ പറഞ്ഞത്. ഒഡീഷ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്, ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്, നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്, ഇന്ത്യൻ ആർമി, ഇന്ത്യൻ എയർഫോഴ്സ്, ഫയർ സർവീസ്, DG പോലീസ് ഓഫ് സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻ. ഇവരുടെയൊക്കെ ശ്രമഫലമായി ദുരന്തത്തിന്റെ ആ തീവ്രത ഒരു പരിധി വരെ കുറയ്ക്കുന്നതിനും അതേപോലെ തന്നെ സമൂഹത്തെ ഈ സൈക്ലോണിൻ ഈ കാറ്റ് വീശുമ്പോൾ ഷട്ടറുകളിൽ അവരെ സുരക്ഷിതരായി നിർത്തുന്നതിനും സാധിച്ചു. കൂടാതെ NDRFും IAF ഹെലികോപ്റ്ററുകളും സമയത്തിനുള്ളിൽ വിന്യസിക്കുന്നത് ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യാൻ ആഭ്യന്തര മന്ത്രാലയങ്ങളും ദുരന്ത നിവാരണ അതോറിറ്റിയും അഭ്യർത്ഥിച്ചു. അങ്ങനെ ഒഡീഷ സർക്കാർ മുൻകൈ എടുത്ത് നന്നായി തയ്യാറെടുപ്പുകളോടുകൂടി ഇരിക്കുകയും അപകടകാരികളല്ലാത്ത ഒരു സമീപനത്തോടു കൂടി ഉഗ്രമായ ചുഴലിക്കാറ്റിനെ നേരിടാൻ OFDMI വിപുലമായ തയ്യാറെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. കൂടാതെ ദുരന്തത്തെ നേരിടാൻ സമൂഹത്തിലെ അംഗങ്ങൾ പോലും ഒരുപോലെ തയ്യാറായിരുന്നു. ചുഴലിക്കാറ്റ് കരയിലേക്ക് വീഴുന്നതിന് മുമ്പ് 36 മണിക്കൂറിനുള്ളിൽ ദശലക്ഷം ആളുകളെ ഒഴിപ്പിക്കുന്നതിനും സാധിച്ചു. അങ്ങനെ ഒഡീഷ ഡിസാസ്റ്റർ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്, നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്, ഒഡീഷ സ്റ്റേറ്റ് ആൻഡ് പോലീസ്, അതേപോലെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സ് എന്നിവരൊക്കെ ഈ ഒരു ദുരന്തത്തിനെ നേരിടാൻ സജ്ജരായി സഹായിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവരുടെയൊക്കെ ഏകോപനവും ഫലപ്രദമായിട്ടുള്ള പ്രവർത്തന ലക്ഷ്യവും ഒരുപാട് മരണങ്ങൾ ഒഡീഷയിൽ ഉണ്ടായിട്ടുള്ള ഫയലിൻ സൈക്ലോണിൽ നിന്നും ഒരുപാട് മരണത്തിന്റെ എണ്ണം കുറയ്ക്കുന്നതിനും ആകെ 45 പേരെ മരണപ്പെട്ടിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് ഫോഴ്സുകൾ, ഞാൻ ഇപ്പോൾ ഒരുപാട് ഫോഴ്സുകളുടെ പേര് പറഞ്ഞു. ഏതൊക്കെയാണ്? റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്, നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്, ഒഡീഷ സ്റ്റേറ്റ് ആർമഡ് ഫോഴ്സ്, ഇന്ത്യൻ എയർഫോഴ്സ്. ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഒരു ഏകോപനം വരുത്താൻ സാധിച്ചതിന്റെ ഭാഗമായി ആളുകളെ സുരക്ഷിതമായ സ്ഥലത്ത് ഷെൽട്ടറിൽ ഇരുത്താൻ സാധിച്ചതിനാല് ബംഗാറൊക്കെ നിർമ്മിച്ച് അതിൻ്റെ ഭൂമിക്ക് അടിയിലൊക്കെ സൗകര്യം ഒരുക്കി അതിൻ്റെ ഉള്ളിലൊക്കെ സുരക്ഷിതരായി ഇരുത്താൻ സാധിച്ചതിനാൽ ഒരു പരിധി വരെ ഫയലിൻ ചുഴലിക്കാറ്റിൽ നിന്നും ഒഡീഷയിലെ ആളുകളെ സംരക്ഷിക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ കുട്ടികളെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിലെ ഈ ഒരു യൂണിറ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ യൂണിറ്റിലെ ടോപ്പിക്കുകൾ മാത്രമേ ടീച്ചർ ബോർഡുമേ എഴുതിയിട്ടുള്ളൂ. അതിൽ വരുന്ന കാര്യങ്ങൾ എഴുതാത്തത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് എളുപ്പമായിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഏത് സ്ഥലത്താണ് നടന്നത്, എത്ര ഉണ്ട് അതിന്റെ തീവ്രത, എത്ര ആളുകളാണ് മരണപ്പെട്ടത്, ഏതൊക്കെ ഏജൻസികളാണ് സഹായിച്ചത്, അങ്ങനത്തെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഓരോ ഇതിലും വരുന്നത്. അപ്പൊ നമ്മള് ഏതൊക്കെ കേസ് സ്റ്റഡി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെ വെക്കേണ്ടത്? ഒഡീഷ സൂപ്പർ സൈക്ലോൺ, ഭൂജ് എർത്ത്, ഇന്ത്യൻ ഓഷ്യൻ സുനാമി, ഉത്തരാഖണ്ഡ് ഫ്ലഡ്, സൈക്ലോൺ ഫയലിൻ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ കേസ് സ്റ്റഡി ആയിട്ട് വെക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇത്രയും ഈ ഒരു ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ചാപ്റ്ററിലും അതേപോലെ തന്നെ മറ്റു ചാപ്റ്ററിലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ.